ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിസ്നി പബ്ലിഷ് ചെയ്ത ടാങ്കിൾഡ് എന്ന ഇംഗ്ലീഷ് ആനിമേഷൻ മൂവിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. 2 സെക്ഷനായിട്ടാണ് വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സെക്ഷനിൽ വീഡിയോ സബ് ടൈറ്റിൽ വെച്ച് കാണുക. രണ്ടാമത്തെ സെക്ഷനിൽ വീഡിയോയിൽ പറഞ്ഞ എല്ലാ വാക്യങ്ങളുടെ അർത്ഥങ്ങളും ഗ്രാമർ, എക്സാമ്പിൾസ് എല്ലാം പറയുന്നതാണ്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. Struggling is pointless. Huh? I know why you're here, and I'm not afraid of you. What? Who are you? And how did you find me? Aha. Who are you? And how did you find me? I know not who you are, nor how I came to find you. But may I just say, hi. How you doing? The name's Flynn Rider. How's your day going, huh? Who else knows my location? Flynn Rider. All right, Blondie. Rapunzel. Gesundheit. Here's the deal. I was in a situation, gallivanting through the forest. I came across your tower, and oh no! Where is my satchel? I've hidden it. Somewhere you'll never find it. It's in that pot, isn't it? I know why you are here. നീ എന്തിനാണ് ഇവിടെയെന്ന് എനിക്കറിയാം. അതായത് നീ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇവൾക്കറിയാമെന്ന് പറയുകയാണ്. ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് യു. ഞാൻ നിന്നെ പേടിക്കുന്നവളല്ല. വാട്ട്? എന്ത്? ഹു ആർ യു ആൻഡ് ഹൗ ഡിഡ് യു ഫൈൻഡ് മീ? ഹു ആർ യു? നീ ആരാണ്? ആൻഡ് ഹൗ ഡിഡ് യു ഫൈൻഡ് മീ? നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയത്? ഐ നോ നോട്ട് ഹു ആർ യു. നീ ആരാണെന്ന് എനിക്കറിയില്ല. നോർ ഹൗ ഐ കെയിം ടു ഫൈൻഡ് യു. എങ്ങനെയാണ് നിങ്ങളെ കണ്ടെത്തിയത് എന്നും എനിക്കറിയില്ല. അതായത് ഇയാൾക്ക് പോലും അറിയില്ല ഇയാൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. ഇവിടെ നോർ എന്ന വാചകം ഇത് ഇംഗ്ലീഷിൽ സാധാരണയായി പ്രയോഗിക്കുന്ന ഒന്നാണ്. നോർ എന്നത് ഒരു കൺജക്ഷൻ ആണ്. അപ്പോൾ എന്താണ് കൺജക്ഷൻ? കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ വേർഡുകളെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്രേസുകളെ, ക്ലോസുകളെ, സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാക്കായിട്ടാണ് ഈ കൺജക്ഷൻസിനെ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നോർ എന്ന കൺജക്ഷൻ ഐ നോ നോട്ട് ഹു യു ആർ എന്ന സെന്റൻസിനെയും ഹൗ ഐ കെയിം ടു ഫൈൻഡ് യു എന്ന സെന്റൻസിനെയും തമ്മിൽ സംയോജിപ്പിക്കുന്നു. അതായത് എനിക്ക് ഇതും അറിയില്ല അതും അറിയില്ല എന്ന് പറയും പോലെ. നോർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോറ് നെഗറ്റീവ് സെന്റൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നോർ ചിലപ്പോൾ നെയ്തറിന് പകരമായി ഉപയോഗിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഐ ഡിഡ് നോട്ട് സീ ഹിം നോർ ഡിഡ് ഐ ഹിയർ ഹിം. ഞാൻ അവനെ കണ്ടതുമില്ല അവനെ കേട്ടതുമില്ല. ഷീ ഈസ് നെയ്തർ ഇന്റലിജന്റ് നോർ ബ്യൂട്ടിഫുൾ. അവർ ബുദ്ധിമതിയോ സുന്ദരിയോ അല്ല. അതായത് ഇതുമല്ല അതുമല്ല എന്നർത്ഥം. ബട്ട് മേ ഐ ജസ്റ്റ് സേ, പക്ഷെ ഞാൻ പറയട്ടെ, മേ ഐ ജസ്റ്റ് സേ എന്ന് പറയാറ് ഒരു പുതിയ വിഷയം പറയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പല ആവശ്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അതാണ്. ഹായ്, ഹൗ യു ഡൂയിങ്? എങ്ങനെ പോകുന്നു എന്നർത്ഥത്തിൽ. നിങ്ങൾക്ക് ആരെങ്കിലും നന്നായി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഹൗ യു ഡൂയിങ്, ഹൗ ഇസ് യുവർ ഫാമിലി എന്നൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഹൗ ആർ യു, ഹൗ ഇസ് ഗോയിങ്, വാട്ട്സ് ഹാപ്പനിങ്, ഹൗ ആർ തിങ്സ് എന്നിവയും ചോദിക്കാം. ഹൗ യു ഡൂയിങ് എന്നത് നമ്മൾ സാധാരണ സംസാരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു പൊതുപരിപാടിയിലാണെങ്കിൽ നമുക്ക് നല്ലത് ഹൗ ആർ യു ഡൂയിങ് അല്ലെങ്കിൽ ഹൗ ആർ യു എന്നതാണ് നല്ലത്. ദ നെയിം ഈസ് ഫ്ലൈൻ റൈഡർ. പേര് ഫ്ലൈൻ റൈഡർ എന്നാണ്. ഹൗ ഈസ് യുവർ ഡേ ഗോയിങ്? നിന്റെ ദിവസങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഹു എൽസ് നോസ് മൈ ലൊക്കേഷൻ ഫ്ലൈൻ റൈഡർ? മറ്റാർക്കൊക്കെ എന്റെ ലൊക്കേഷൻ അറിയാം ഫ്ലൈൻ റൈഡർ? ഓൾ റൈറ്റ് ബ്ലോണ്ടി. ശരി. ബ്ലോണ്ടി എന്ന് പറഞ്ഞാൽ മഞ്ഞുമുടിയുള്ള ഒരു പെൺകുട്ടി എന്നാണ് അർത്ഥം. റപ്പൻസൽ, പേര് റപ്പൻസൽ ആണെന്ന് പറയുന്നു. ജസ്റ്റ് ആൻഡ് ഹീറ്റ്, ഇത് ജർമ്മൻ ഭാഷയാണ്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ആരെങ്കിലും തുമ്മിയാൽ പറയുന്നതാണ്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇതാണ് കാരണം. ഓർക്കുക, ഇതൊരു ജർമ്മൻ ഭാഷയാണ്. ഹിയർ ഇസ് ദ ഡീൽ. കാര്യം ഇതാണ്. ഹിയർ ഇസ് ദ ഡീൽ ഒരു പ്രയോഗമാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, ഹിയർ ഇസ് ദ ഡീൽ, ഐ ഹാവ് ഗോട്ട് ടു ഗോ, വി കാൻ ടോക്ക് ലേറ്റർ. ഐ വാസ് ഇൻ എ സിറ്റുവേഷൻ. ഞാനൊരു സാഹചര്യത്തിലായിരുന്നു. അതായത് ഞാനൊരു അപകടകരമായ സാഹചര്യത്തിലായിരുന്നു. ഗാൾവാൻഡിങ് ത്രൂ ദ ഫോറസ്റ്റ്. ഞാൻ കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഐ കെയിം അക്രോസ് യുവർ ടവർ.
ഞാൻ നിങ്ങളുടെ ഗോപുരം അപ്രതീക്ഷമായി കണ്ടെത്തി. കെയിം അക്രോസ് ഉപയോഗിക്കാറുള്ളത് അപ്രതീക്ഷമായി കണ്ടെത്തി എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വേർ ഈസ് മൈ സാച്ചൽ? എൻ്റെ സഞ്ചി എവിടെ? ഐ ഹാവ് ഹിഡൻ ഇറ്റ്. ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സംവെയർ യു വിൽ നെവർ ഫൈൻഡ് ഇറ്റ്. നീ ഒരിക്കലും കണ്ടുപിടിക്കാത്തൊരു സ്ഥലത്ത്. സംവെയർ ഉപയോഗിക്കുന്നത് സ്ഥലം വ്യക്തമല്ലാത്തപ്പോഴാണ്. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒരു സ്ഥലം ഓർമ്മയില്ലാത്തപ്പോൾ ഉപയോഗിക്കാം. ഐ മെറ്റ് ഹർ അറ്റ് എ പാർട്ടി സംവെയർ ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞ വർഷം എവിടെയോ ഒരു പരിപാടിയിൽ അവളെ കണ്ടുമുട്ടി. പിന്നെ ഒരു സ്ഥലം പ്രധാനമല്ലാത്തതായി പറയുമ്പോൾ വി ക്യാൻ മീറ്റ് അപ്പ് സംവെയർ ലേറ്റർ ദിസ് വീക്ക്. ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കണ്ടുമുട്ടാമെന്നർത്ഥം. സംവെയർ എന്നത് സാധാരണയായി പോസിറ്റീവ് വാക്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. നെഗറ്റീവ് വാക്യങ്ങൾ ആനിവർ എന്ന വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. ഐ കുഡിൻറ്റ് ഫൈൻഡ് മൈ കീസ് ആനിവർ. എനിക്ക് എൻ്റെ താക്കോൽ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇറ്റ് ഈസ് ഇൻ ദാറ്റ് പോട്ട്. അത് ആ പാത്രത്തിലാണ്. ഈസ് ഇൻ ഇറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. താഴെ കമൻറ്റ് ബോക്സിൽ കുറിച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ബൈ.